2K കിഡ്സിനിടയിലെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഇൻഫ്ലുവൻസർ ആരാണ്? സീക്രട്ട് ഏജന്റ് ആണോ? അതോ മല്ലു അനലിസ്റ്റ് ആണോ? ആരിഫ് ഹുസൈൻ ആണോ? മൈത്രേയൻ ആണോ? എന്റെ അഭിപ്രായത്തിൽ ഇവരാരുമല്ല. 2K കിഡ്സിന് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഇൻഫ്ലുവൻസർമാരാണ് തൊപ്പി മമ്മു ഒക്കെ. ഇവരുടെ ഇന്റർവ്യൂ, കാട്ടിക്കൂട്ടലുകള്, കോപ്രായങ്ങള് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആവുന്നത്. ഇപ്പോ ഈ മമ്മുവിന്റെ ഒരു വിഷയം വന്നിരിക്കുകയാണ്. മറ്റൊന്നല്ല, ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം മമ്മു ഒരു ഓൺലൈൻ ചാനലായ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ നിന്നാണ്. ആ അഭിമുഖത്തിലെ മമ്മു തന്റെ കൗമാരകാലത്തെ കുറിച്ചും ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ തുറന്നു പറഞ്ഞു. യാതൊരു മടിയില്ലെന്ന് പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാതെ തന്നെ പറയേണ്ടി വരും. ശരിയായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു ഉളുപ്പില്ലെങ്കിലും കേട്ടിലിരിക്കുന്ന ആൾക്കൊരു ഉളുപ്പില്ല. ഏകദേശം 10-16 വയസ്സുള്ളപ്പോൾ ഈ പറയുന്ന മമ്മു കൂട്ടുകാരോടൊപ്പം കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നും, അതായത് കുളിസിയും പിടിച്ചിട്ടുണ്ടെന്നും, ഒരു പെൺകുട്ടിയെ യാതൊരു കാരണവുമില്ലാതെ തല്ലിയിട്ടുണ്ടെന്നും ഈ പറയുന്നവൻ വളരെയധികം സന്തോഷത്തോടെയും ആത്മാർത്ഥത്തോടും കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വർത്തമാനം പറഞ്ഞത്. ഇത് കേവലം ഒരു തമാശയല്ല, മറിച്ച് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന നിയമപരമായി തെറ്റായ കാര്യങ്ങൾ കൂടിയായിരുന്നു. ഇത് കേട്ട് നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം അത് കേട്ട് പ്രോത്സാഹനം കൊടുത്ത വേറൊരുത്തി ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയ അവസ്ഥയാണ്. ഇതൊക്കെ കണ്ട് പുളകം കൊള്ളുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് വേറെ കാര്യം, അവരെ കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. ഈ കൈവിട്ടു പോയ കാര്യങ്ങൾ പുറത്തു വന്നതോടെ സംഗതി ആകെ മാറി മറിഞ്ഞു. മമ്മു പറഞ്ഞ കാര്യങ്ങൾ അതിവേഗം വൈറലാവുകയും വലിയ ജനരോഷത്തിന് കാരണമാവുകയും ചെയ്തു. ഒരുത്തന അവിടെ കിടന്ന് ഒരു നാണവും ഇല്ലാതെ അവൻ ചെയ്തു കൂട്ടിയ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരുത്തിയെയും നമ്മുടെ നല്ലവരായ നാട്ടുകാർ വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. കമന്റ് ബോക്സ് വായിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നല്ല മറുപടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എത്രയും വേഗം ഡിലീറ്റ് ചെയ്ത് മുങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ ഞാൻ എവിടെ നോക്കിയിട്ടും കാണാനില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടെ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാ. പ്രമുഖ മാധ്യമങ്ങളായ റിപ്പോർട്ടർ TV പോലെയുള്ളവർ ഈ വിഷയം ഏറ്റെടുക്കുകയും അവതാരകയുടെ ചോദ്യങ്ങൾ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ തമാശയായി അവസാനിച്ചില്ല. മമ്മൂനെതിരെ നിയമ നടപടികൾ വരെ ഉണ്ടായെന്ന് പറയാം. ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് തൊപ്പി ലൈവ് വീഡിയോയുമായി കടന്നു വരുന്നത്. ഈ മമ്മൂന്റെ ഇന്റർവ്യൂള്ള അഭ്യാസം പോരാഞ്ഞിട്ട് തൊപ്പിയുടെ വേറെ നാടകങ്ങൾ ഇനി നമ്മൾ കാണേണ്ടി വന്നു. തൊപ്പി ഈ വിഷയത്തിലെ മമ്മൂനെ രൂക്ഷമായി വിമർശിക്കുകയും താൻ മമ്മൂന് ചില ശിക്ഷകൾ നൽകാൻ പോകുകയാണെന്ന് പറയുകയും ചെയ്തു. എന്തിനോ എന്തോ 6 മാസത്തെ സസ്പെൻഷനും മമ്മൂന്റെ യൂട്യൂബ് ചാനലിന് തന്റെ ഗ്യാങ്ങിന്റെ പേരിൽ മാറ്റുക, ഡയറ്റ് ചെയ്യണം, ജിമ്മിൽ പോകണം, നിസ്കരിക്കണം, മുടി മൊട്ടയടിക്കണം, സ്മാർട്ട് ഫോൺ നൽകില്ല, പകരം കീപാഡ് ഫോൺ മാത്രം നൽകും, റൂമിൽ നിന്ന് പുറത്താക്കുക എന്നിങ്ങനെയെല്ലാമായിരുന്നു തൊപ്പി പറഞ്ഞ ആ ശിക്ഷകൾ. ഇതൊക്കെ ശിക്ഷകളാണോ? അത് മനസ്സിലാവുന്നില്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ വഴികൾ എന്താ ചെയ്യപ്പോ? കാശുണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ വഴി എന്നില്ല ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇതൊരു കണ്ടന്റ് ആയിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാർ ആ വീഡിയോ ഇപ്പൊ തന്നെ കണ്ടു തോന്നുന്നുണ്ട്. 1 മണിക്കൂറിൽ കൂടുതൽ തോന്നുന്നുണ്ട് ലൈവ്. അപ്പൊ അതിൽ നിന്ന് തന്നെ എത്ര കാശ് ഈ തൊപ്പി എത്ര കിട്ടിയിട്ടുണ്ടാവും? ലൈവില് മമ്മു കരയുണ്ട്, നല്ല രീതിയിൽ കരയുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കൂടുതൽ ഒരു അടുത്തിരുന്ന് ചിരിക്കണം. അപ്പൊ തന്നെ നമുക്ക് തോന്നിയത് ഒരു നാടകമാണെന്ന്. ചാനൽ ഡിലീറ്റ് ചെയ്യാതെ പേര് മാറ്റുന്നതും മമ്മൂന്റെ അക്കൗണ്ടിലെ പണം ചാറ്റിക്ക് നൽകുന്നു പറയുന്നതല്ല ഒരു തരം ഉടായ്പ് പബ്ലിസിസ്റ്റ് എന്താണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മാത്രല്ല സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് ആണല്ലോ. അപ്പൊ ഈ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്യുന്ന ആർക്കറിയാം. ഇനി ഇതൊരു രോഗാവസ്ഥയാണോന്ന് നോക്കിയാലോ. ഇത് ചിലപ്പോൾ ഒരു മാനസികാരോഗ്യ അവസ്ഥയുമായി ബന്ധപ്പെട്ടതാവാം. സമ്മതമില്ലാതെ മറ്റൊരാളെ, പ്രത്യേകിച്ച് സ്വകാര്യ നിമിഷങ്ങളിൽ നിരീക്ഷിക്കുന്നതിലൂടെ ലൈംഗിക ഉത്തേജനം നേടുന്നതിനെ വോയറിസം എന്ന് പറയുന്നു. ഇതൊരു വ്യക്തിക്ക് ഈ പ്രവൃത്തികളിലൂടെ മാത്രമേ സ്ഥിരമായ ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നുള്ളൂ എങ്കിലോ ഇത് അവരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളോ നിയമപരമായ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമ്പോഴോ വോയറിസ്റ്റിക് ഡിസോർഡർ എന്നൊരു ലൈംഗിക വ്യതിയാനമായി മാനസികാരോഗ്യ വിദഗ്ധർ കണക്കാക്കും. ഇത് ഒരു ചികിത്സ ആവശ്യമുള്ള അവസ്ഥയാണ്. പക്ഷേ മമ്മു തന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു രോഗാവസ്ഥയുടെ ഭാഗമായിട്ട് നമുക്ക് തോന്നില്ല, കയ്യിലിരിപ്പിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. കാരണം അവൻ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? മമ്മൂനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് കമന്റിൽ പറയാട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇങ്ങനെ ആൾക്കാരെ അടിച്ചുവിടുന്നതെന്ന്, ഇതുപോലെയുള്ള പോക്രിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? പ്രത്യേകിച്ച് ഇതുപോലുള്ള മോയിന്റുകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പോലും വിളിച്ചു പറയാനുള്ള ഈ പ്രവണതയ്ക്ക് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം. അതിലാദ്യത്തെ കാരണമാണ് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ നേടാനും വ്യൂസ് കൂട്ടാനും വേണ്ടിയുള്ള ഒരു അടവായിരിക്കും ഇത്. ആളുകൾ ഞെട്ടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കും. അത് നിങ്ങൾക്കറിയാലോ. ആളുകളുടെ ഈ മെന്റാലിറ്റി മുതലെടുത്ത് ഇന്റർവ്യൂ നടത്തിയവരും ഇന്റർവ്യൂവിൽ ഇരിക്കുന്നവരും എല്ലാവരും ഒരു പ്രത്യേക ലോകത്തേക്ക് പോകുന്നു. അവിടെ അവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം, എന്നാലേ അവർക്ക് വേറെ ലോകത്തേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ വേറൊരു ലോകത്തേക്ക് കടക്കാൻ വേണ്ടിയായിരിക്കും ഈ മമ്മു എന്ന് പറയുന്നവൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഒരു പബ്ലിക്
പബ്ലിക് ആയിട്ടുള്ള ഒരു വേദിയിൽ നടത്തുന്നത്. ഒരുപക്ഷെ അവൻ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആളാകെ നിൽക്കും. ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സുകളിൽ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ആളുകൾ, അതായത് നല്ല രീതിയിൽ പേരെടുക്കാൻ കഴിയാത്ത ആളുകൾ, പറ്റാത്ത ആളുകൾ എന്തെങ്കിലും ഉടായ്പ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുപ്രസിദ്ധി നേടി ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ അവർക്ക് അതൊരു ഹരമാണ്, കാണുന്നവർക്ക് അതൊരു ഭ്രാന്തും. അടുത്ത ഒരു കാരണമാണ് സാമൂഹികമായ വിലക്കുകളില്ലായ്മ, ലാക്ക് ഓഫ് സോഷ്യൽ ഇൻഹിബിഷൻ. ചില ആളുകൾക്ക് എന്ത് പറയണം എന്ത് പറയരുത് എന്നതിനെ കുറിച്ച് ശരിയായ ധാരണയുണ്ടാകില്ല. അവർക്ക് സാമൂഹികമായ സൂചനകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറ്. മമ്മ അത്ര നിഷ്കളങ്കനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ വേറെ ചില ആളുകളുണ്ട്, എന്ത് പോക്രിത്തരം ചെയ്താലും കുറ്റബോധമില്ലാത്ത ചില വ്യക്തികൾ. തങ്ങൾ ചെയ്ത പ്രവൃത്തികളിലെ ഗൗരവം മനസ്സിലാക്കാനോ അതിനോട് കുറ്റബോധം തോന്നാനോ കഴിഞ്ഞെന്ന് വരില്ല അവർക്ക്. ചിലപ്പോൾ ആന്റി സോഷ്യൽ ട്രേറ്റുകളുമായി ബന്ധപ്പെട്ടതാകാം. ആന്റി സോഷ്യൽ ട്രേറ്റ്സ് എന്നാൽ സാമൂഹികമായ നിയമങ്ങളോടും പൊതു മര്യാദകളോടും ഒട്ടും താല്പര്യമില്ലാത്ത ചില സ്വഭാവ രീതികളാണിത്. ഇത്തരം സ്വഭാവമുള്ള ആളുകൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെയോ വികാരങ്ങളെയോ ബഹുമാനിക്കാതെ പെരുമാറും. ഇതൊരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ്. ആന്റി സോഷ്യൽ ട്രേറ്റ്സ് ഉള്ള ആളുകൾ പലപ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും കള്ളം പറയുവാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മടിക്കില്ല. തങ്ങളുടെ തെറ്റായ പ്രവൃത്തികൾക്ക് അവർക്ക് കുറ്റബോധം ഒരിക്കലും ഉണ്ടാവുകയില്ല. വേറൊരു കാര്യമാണ് ആലോചനയില്ലാത്ത സംസാരം, ഇമ്പൾസിവിറ്റി. എടുത്തു ചാടി സംസാരിക്കുന്ന സ്വഭാവമുള്ളവർ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞേക്കാം. ഇതൊരു തരം ഇമ്പൾസ് കൺട്രോൾ പ്രോബ്ലം ആകാം. എന്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു സാമൂഹിക ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതുണ്ട്. മമ്മു പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നു, അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ ഒരു നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് ഒട്ടും ശരിയായ പ്രവണതയല്ല. പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ഉള്ളടക്കങ്ങൾ വരുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഒരുമാതിരി ഒളിഞ്ഞോട്ടത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് ഈ തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഇതുമാതിരിയുള്ള അപരാധങ്ങൾക്ക് അവതാരങ്ങൾക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ടാകുമ്പോൾ അവരുടെ ഓരോ വാക്കിനും പ്രവൃത്തിക്കും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അതുകൊണ്ട് തങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അവർക്ക് വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല, എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിൽ പറയേണ്ടതാണ് കേട്ടോ. എന്തായാലും അവരുടെ മെന്റാലിറ്റി മാറാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. കാണുന്ന നമ്മുടെ മെന്റാലിറ്റി മാറിയാലും പകുതി പ്രശ്നം തീരും. ഇതുപോലെയുള്ള 6-ാം നൂറ്റാണ്ട് വീഡിയോസ് പരമാവധി കാണുന്നത് കുറച്ചു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയുള്ള ആളുകളും ഇതുപോലെയുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളും ഉണ്ടാകില്ല. പിള്ളേരെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ആകില്ല. പിള്ളേർ ഒരിക്കലും തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ആകില്ല. ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ ഈ വീഡിയോസ് ഇടുന്ന പരിപാടി നിർത്തും. കാശാണല്ലോ എല്ലാം. അപ്പൊ കാശ് ഉണ്ടാക്കണമെങ്കിൽ വീഡിയോസിന് വ്യൂസ് വേണം. വ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഈ പരിപാടി ഇവർ നിർത്തും. എന്തായാലും പ്രേക്ഷകരാണ് മാറേണ്ടതാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ച് നിങ്ങൾ കമന്റിൽ പറയാട്ടോ. ഇവിടെ ഒരു കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പണം തന്നെയാണ്. പണം എന്ന് പറഞ്ഞ സംഭവമാണ് എല്ലാത്തിനും മുകളിലുള്ളത്. ആ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇവരൊക്കെ. അപ്പോ ഈ ഒരു ചിന്താഗതി മാറണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മാറിയേ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്